ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ജെറമ്യ 32:17 പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. അയ്യോ കർത്താവായ യഹോവേ, അങ്ങ് അവിടുത്തെ വലിയ ശക്തിയാലും നീട്ടിയ ഭുജത്താലും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. അങ്ങേക്ക് അസാധ്യമായ ഒന്നും തന്നെയില്ല. ഉൽപ്പത്തി 1-ാം വായിച്ചാൽ, മനുഷ്യനൊഴികെ ഭൂമിയിലെ മറ്റെല്ലാത്തിനെയും സൃഷ്ടാവായ ദൈവം വാക്കിനാൽ സൃഷ്ടിച്ചു. മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്ത് ജീവശ്വാസമുതി സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചു. ദൈവം ആത്മാവാണെന്ന് ബൈബിളിൽ യോഹന്നാൻ 4:24 കാണാം. അതിനാൽ നമ്മിലും ആത്മാവുണ്ട്. സങ്കീർത്തനങ്ങൾ 139:14 ദാവീദ് ഇങ്ങനെ പറയുന്നു: സങ്കീർണവും വിസ്മയകരവുമായി അങ്ങനെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രവൃത്തികൾ ആശ്ചര്യകരമാണ്, അതെനിക്ക് നന്നായി അറിയാം. ഈ അറിവാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ദാവീദ് 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം ഇല്ല എന്ന് ഹൃദയത്തിൽ പറയുന്നത് മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്നവരും നിന്ദ്യമായത് പ്രവർത്തിക്കുന്നവരുമായ മൂഢരാണ് എന്നാണ്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽപ്പെട്ടവരാണ് ദൈവത്തെ തിരിച്ചറിയാത്തവർ എന്നാണല്ലോ. നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പൂർണ്ണമായും തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കൈകളാൽ ശ്രദ്ധാപൂർവം കൂട്ടിച്ചേർത്തതാണ്. നമ്മിലെ ഒരു ഭാഗവും ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. ദാവീദ് പറയുന്നത് പോലെ നാം ഭയങ്കരമായും അത്ഭുതകരമായും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റു സൃഷ്ടികൾ അങ്ങനെയാണോ? നമ്മെപ്പോലെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ അവയ്ക്കാകുമോ? 1 യോഹന്നാൻ 4:8 ഇങ്ങനെ പറയുന്നു: സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയുന്നില്ല, ദൈവം സ്നേഹമാണ്. എബ്രായർ 1:2 പറയുന്നത് ദൈവം ലോകം സൃഷ്ടിച്ചത് പുത്രനായ യേശുവിലൂടെയാണ് എന്നാണ്. സദൃശവാക്യങ്ങൾ 16:4 യഹോവ സകലത്തെയും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥദിനത്തിനായി ദുഷ്ടനെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വാക്കിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നതിന് ഉദ്ദേശങ്ങളുണ്ട് എന്നതല്ലേ. നമ്മുടെ സൃഷ്ടാവിനെക്കുറിച്ച് നിരന്തരമായ അവബോധവും ബഹുമാനവും നാം ഉൾക്കൊള്ളണം. അതിനായി നാം എന്തു ചെയ്യണമെന്ന് സങ്കീർത്തനം 121:1-2 പറയുന്നുണ്ട്. കേൾക്കൂ: ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നാം കാണുന്ന ഭൗതിക ലോകത്തേക്കാൾ കാണാത്ത ആത്മലോകം കൂടുതൽ ശക്തവും യഥാർത്ഥവും ശാശ്വതവുമാണ്. നാം കാണുന്നതെല്ലാം കണ്ട് കാണാത്തവനെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെടുക എന്നത് തന്നെ എത്ര സമാനതകളില്ലാത്ത ബഹുമതിയാണ്. ഭൂമിയും അതിലുള്ള സകലതവും ഉപയോഗിക്കാനും ആസ്വദിക്കാനും നമുക്ക് ദൈവം അനുവാദം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നമാണ് മനുഷ്യർ. നാം പല ഉൽപ്പന്നങ്ങളെയും കാണുന്നവരാണ്. ഒരു ഉൽപ്പന്നം ആരാണ് നന്നായി മനസ്സിലാക്കുന്നത്? അത് ഉണ്ടാക്കിയവൻ തന്നെ. അതുപോലെ നമ്മെ ഉണ്ടാക്കിയവന് നമ്മെ നന്നായി അറിയാം. ഒരു ഉൽപ്പന്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ഒരു മാനുവൽ അല്ലെങ്കിൽ ഒരു നിർദ്ദേശ പുസ്തകം ഉണ്ടാകാറില്ലേ? അത് വായിക്കാതെ അത് പ്രവർത്തിപ്പിച്ചാൽ ശരിയാവില്ല. അതുപോലെ നമ്മുടെ മാനുവലായി സൃഷ്ടാവ് നൽകിയ ബൈബിൾ വായിക്കാതെ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ നമ്മുടെ ജീവിതവും അനിശ്ചിതത്വത്തിലാകും ചെന്നെത്തുക. 2 തിമോത്തി 3:16 പറയുന്നു: എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യവും ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും ഒരുക്കപ്പെട്ട് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളതുമാകുന്നു എന്നാണ്. അതിനാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം ദൈവത്തെ തിരിച്ചറിഞ്ഞ് മാനുവലാകുന്ന ബൈബിൾ വായിച്ച് പ്രവർത്തിച്ച് സ്നേഹിച്ച് ജീവിച്ചാൽ നാം വിജയിക്കും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.